ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇയർ ഗൈഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നീഡ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. നീഡ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. മീനിങ്ങും അതുപോലെ ഡെഫിനിഷനും നമ്മൾ നോക്കി ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. 3 മാർക്കിനൊക്കെ വേണമെങ്കിൽ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷനൊക്കെ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ചിലപ്പോൾ 5 മാർക്കിന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ് നീഡ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. രണ്ടിനും നിങ്ങളൊരു ആൻസർ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ അക്കൗണ്ടിങ്ങിൻ്റെ നീഡ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തുകൊണ്ടാണ്, നമ്മളിത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്, ഇതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. അതായത് ഒരു ബിസിനസ്സുകാരൻ കുറേ ട്രാൻസാക്ഷൻസ് അയാളുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു കംപ്ലീറ്റ് റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല ഇൻഫർമേഷൻസും ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, എത്ര ലാഭം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര ബാധ്യത നമുക്ക് വന്നു ഈ കാലയളവിൽ, വരവിനേക്കാൾ കൂടുതൽ ചിലവാണോ, ചിലവിനേക്കാൾ കൂടുതൽ വരവാണോ, അപ്പം അങ്ങനെയുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടണമെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു റെക്കോർഡ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു യൂസാണ്. ഓക്കെ, രണ്ടാമത് പറയുക പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, ഇപ്പം എന്താ പറഞ്ഞാൽ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എവറി ബിസിനസ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. എല്ലാ ബിസിനസ്സിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലാഭം നേടുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം, എല്ലാ ബിസിനസ്സും അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എയിം ചെയ്യുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എയിം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കുറഞ്ഞതും അല്ല മീഡിയം അല്ല, എല്ലാ ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്തിനാവശ്യമാണ്, അക്കൗണ്ടിങ് ഈസ് നീഡഡ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അക്കൗണ്ടിങ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഉള്ളിലെ ലാഭനഷ്ടം എത്രമാത്രമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, ഏത് ബിസിനസ് സ്ഥാപനത്തിൻ്റെയും അക്കൗണ്ടിങ്ങിലെ ഡേറ്റ നോക്കിയിട്ടാണ് കഴിഞ്ഞ വട്ടം എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, കഴിഞ്ഞ വട്ടം എത്ര ലാഭം കിട്ടി, ഈ കോൺസെപ്റ്റുകൾ നമുക്ക് ക്ലിയർ ആവുന്നത് നമ്മുടെ അക്കൗണ്ടിങ് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ്. P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വലിയ വാക്കുകളൊന്നും പറയുന്നില്ല, നിങ്ങൾക്കത് വഴിയെ മനസ്സിലായിക്കോളും. ഓക്കെ, ഇപ്പോൾ വൺ മസ്റ്റ് പ്രിപ്പയർ P&L അക്കൗണ്ട് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. അപ്പം ബിസിനസ്സിൻ്റെ ലാഭനഷ്ടം എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒരു ടേബിളൊക്കെ ആക്കി നമ്മളൊരു ഡേറ്റ, നമുക്കറിയില്ല, കണക്ക് എഴുതുന്ന പോലെ ഒരു ഫോർമാറ്റിലുള്ളൊരു ടേബിളുണ്ട്. അതിനെ നമ്മൾ P&L അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലാഭനഷ്ട കണക്കുകളുള്ളൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട്, അതൊക്കെ നമ്മളിനി കാണും. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്താണ് എന്ത് കണ്ടുപിടിക്കുന്നത്, പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻമെൻറ്റ്, പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുക അല്ലെങ്കിൽ പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു നീഡാണ്. ഓക്കെ, ഒന്നാമത്തത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, രണ്ടാമത്തത് അസർട്ടൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബിസിനസ്സിലുള്ള ലാഭനഷ്ടം, കഴിഞ്ഞ ഒരു മാസം എത്ര രൂപ നഷ്ടം ഉണ്ടായി അല്ലെങ്കിൽ എത്ര രൂപ ലാഭം ഉണ്ടായി, എത്ര ടോട്ടൽ എക്സ്പെൻസായി, എത്ര ടോട്ടൽ ഇൻകമായി, ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, അക്കൗണ്ടിങ് ഡേറ്റ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആവശ്യകതയാണ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, ദെൻ തേർഡ് പോയിൻ്റ് ആണ് ടാക്സ് ഫയലിംഗ്. ഓക്കെ, ഇൻകം ടാക്സ് അടയ്ക്കണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കണം, എന്തിനാ, വരുമാനം ഉള്ളപ്പോൾ അല്ലേ. അപ്പോൾ നമുക്കൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ് ഇൻകം നമുക്ക് ഇൻകം ടാക്സിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ കാണിക്കാൻ പറ്റത്തില്ല, അക്കൗണ്ടിങ് ഡേറ്റ എടുക്കണം. ഓക്കെ, നിങ്ങൾക്കറിയാം, ഒരു റഫായിട്ടുള്ള P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ വരച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് റിട്ടേൺ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റും അക്കൗണ്ടിങ് ഡേറ്റ ആവശ്യപ്പെടുന്നുണ്ട്. ഓരോ ബിസിനസ്സിൻ്റെ ലാഭത്തിന് ഇൻകം ടാക്സ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനും അക്കൗണ്ടിങ് ഡേറ്റയാണ് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടി, ഈസി ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ടിങ് ഡേറ്റ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തെ അക്കൗണ്ടിങ് ഡേറ്റ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഇത്ര രൂപ ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കണം എന്നതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി വരുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് ഡേറ്റയാണ് ടാക്സ് അതോറിറ്റി എന്ത് ചെയ്യുള്ളൂ, അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ഒരു നീഡാണ് നോയിങ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ബിസിനസ്സിന് എത്രമാത്രം
ഫിനാൻഷ്യൽ പൊസിഷൻ, കറൻറ്റ് മാർക്കറ്റിൽ എത്രമാത്രം ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടെന്ന് അറിയുന്നതിന് അക്കൗണ്ടിങ് ഡേറ്റ ഹെൽപ്ഫുൾ ആകും. ഈ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. നമ്മൾ 1 ഏക്കർ സ്ഥലം മേടിച്ചു. 1 ഏക്കർ സ്ഥലത്തിന് ഏകദേശം 20 ലക്ഷം രൂപയായെന്ന് വിചാരിച്ചു. ഓക്കെ, 1 ഏക്കർ സ്ഥലത്തിന് എത്ര രൂപയായി? 20 ലക്ഷം രൂപയായി. അതിനകത്ത് കുറേ കൊടികളുണ്ടായിരുന്നു. ഓക്കെ, പെപ്പർ. ഓക്കെ, ഈ കൊടി നമ്മുടെ ഇടുക്കിയിലൊക്കെ കൊടികളെന്നൊക്കെ ആയിട്ടോ പറയുന്നത്. അപ്പം ഈ പെപ്പർ എത്ര ഒരു വർഷം ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ പെപ്പറായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 3 ലക്ഷം രൂപയുടെ കുരുമുളകായിരിക്കും ഈ 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ കിട്ടുക. എക്സാമ്പിളാണ് കേട്ടോ. ഈ 5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വരുമാനമാണ്, ഇൻകമാണ്, നമ്മുടെ പ്രോഫിറ്റാണ്. ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയിൽ നമ്മൾ ആ വർഷം കൃഷി ഇറക്കിയിട്ട് എക്സ്പെൻസ് എല്ലാം കിഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈവശം ബാക്കി ഒരു വർഷം കഴിഞ്ഞപ്പോൾ 3 ലക്ഷം രൂപയുണ്ട്. അതെൻ്റെ പ്രോഫിറ്റാണ്. എന്നാൽ എൻ്റെ ആ പ്രോപ്പർട്ടിക്ക് എത്ര രൂപ വാല്യൂ ഉണ്ട്? ചിലപ്പോൾ ഞാൻ അന്ന് മേടിച്ച പ്രോപ്പർട്ടി 20 ലക്ഷം രൂപ മുടക്കിയ പ്രോപ്പർട്ടിക്ക് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 20 ലക്ഷം രൂപയാണ് അല്ലേ? അത് ചിലപ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യാം. ഒരു വർഷം കഴിയുമ്പോൾ അത് 25 ആകാം, അല്ലെങ്കിൽ കുറഞ്ഞു പോകാം. ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ പ്രോപ്പർട്ടി വാല്യൂ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്മാന് ഒരു എൻഡ് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ആ ബിസിനസ്സിലേക്ക് മുടക്കിയ കാര്യങ്ങളുടെ എല്ലാം ആസ്തി എത്രയാണ്, അവൻ്റെ ആ നെറ്റ്വർത്ത് എത്രയാണെന്ന് അറിയണം. അപ്പോൾ അതറിയുന്നതിനും നമ്മൾ എന്താണ് ഉപയോഗിക്കുക? അക്കൗണ്ടിങ് ഡേറ്റ. അക്കൗണ്ടിങ്ങിൽ അതും എഴുതും. ഓൾ ഫിക്സഡ് അസറ്റ്, ഒരു ബിസിനസ്സിനുള്ള എല്ലാ ഫിക്സഡ് അസറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ എവിടെ എഴുതും? അക്കൗണ്ടിങ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ അസറ്റും, ഒരു ബിസിനസ്സിൻ്റെ എത്രയൊക്കെ അസറ്റ് ഉണ്ട്, എത്രയൊക്കെ ലൈബിലിറ്റീസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കും. ഒരു ബിസിനസ്സിന് എന്തൊക്കെ ആസ്തിയുണ്ട്, എന്തൊക്കെ ബാധ്യതകളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് അല്ലേ? ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റത്തെ അഡ്വാൻറ്റേജ് ആണ്, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. അതായത് ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറേ യൂസേഴ്സ് ഉണ്ട്. ബിസിനസ്സിൻ്റെ ഡേറ്റ നോക്കിയിരിക്കുന്ന കുറേ ആവശ്യക്കാരുണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ട്, അതുപോലെ എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളുണ്ട്. മാനേജേഴ്സ്, എംപ്ലോയീസ് തുടങ്ങിയ ആളുകൾക്കൊക്കെ ബിസിനസ്സിൻ്റെ ഡേറ്റ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞു തന്നായിരുന്നു. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മാനേജ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസും ഇൻകം ഒക്കെ ഒന്ന് ആകുന്നുണ്ടോ, മീറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കി മാനേജ് ചെയ്യാനായിട്ട്. എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമ്മളെല്ലാം ഇപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ എക്സ്റ്റേണൽ യൂസേഴ്സ്, നമ്മൾ മുമ്പേ പറഞ്ഞ ഗവൺമെൻറ്, അല്ലെങ്കിൽ സൊസൈറ്റി, നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങാനായിട്ടിരിക്കുന്ന സൊസൈറ്റി, ഇവരെല്ലാം നമ്മുടെ സപ്ലയേഴ്സ്, നമുക്ക് റോ മെറ്റീരിയലൊക്കെ തരുന്ന സപ്ലയേഴ്സ്, ഇവരെല്ലാം നമ്മളുടെ ബിസിനസ്സിനെ ഇങ്ങനെ നോക്കി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ബിസിനസ്സിൻ്റെ പൊസിഷൻ അറിഞ്ഞാൽ മാത്രമേ ചില ലാഭനഷ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ യൂസേഴ്സിനെല്ലാം ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആര് കൊടുക്കും? അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 5 മാർക്കിനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. ഞാനിപ്പോൾ 2 ഒറ്റയടിക്കങ്ങ് പഠിപ്പിച്ചതേ ഉള്ളൂ. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിങ്, ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട്, പിന്നെ പ്രോഫിറ്റ് അനലൈസ് ചെയ്യാനായിട്ട്, ടാക്സ് ഫയലിംഗ്, നോയിങ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. അതിന് ഞാനിപ്പം ഇൻഫർമേഷൻ ടു യൂസേഴ്സ് ഞാനവിടെ സെൻറ്റൻസ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യാം. ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. എംപ്ലോയീസും മാനേജേഴ്സും ആണ് ഇൻറ്റേർണൽ യൂസേഴ്സ്. ഗവൺമെൻറ്, സപ്ലയേഴ്സ്, കൺസ്യൂമേഴ്സ് തുടങ്ങിയ ആളുകളൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സാണ്. ഇവരെല്ലാം ബിസിനസ്സിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് തന്നെ എഴുതാം, എംപ്ലോയീസ് ബിസിനസ്സിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ടാക്സ് എത്രയാണ് കിട്ടേണ്ടതെന്ന് അറിയാനായിട്ട് ബിസിനസ്സിൻ്റെ ഡേറ്റ നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എക്സാമ്പിളായിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബുക്ക് കീപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബുക്ക് കീപ്പിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ തൊട്ട് താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് പറഞ്ഞിട്ട് പോകാം. നമ്മൾ പഠിച്ച ഈ നീഡും അഡ്വാൻറ്റേജും കൂടെ ഒരുമിച്ച് കൂട്ടി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞ ഒന്നാമത്, ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിന് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്കറിയാലോ, ആവശ്യമായിട്ടുള്ള ഡേറ്റ ബിസിനസ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യും. അതുപയോഗിച്ച് ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും
അതുപോലെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാനും അക്കൗണ്ടിങ് ഡാറ്റ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ കമ്പാരിറ്റീവ് സ്റ്റഡി, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഈ വർഷത്തെ പ്രോഫിറ്റും കഴിഞ്ഞ തവണത്തെ ഫിനാൻഷ്യൽ പൊസിഷനും ഈ തവണത്തെ ഫിനാൻഷ്യൽ പൊസിഷനും എല്ലാം നോക്കി ചില കമ്പാരിസൺസ് നമുക്ക് എടുക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? അക്കൗണ്ടിങ് ഡാറ്റ ഹെൽപ്പ് ചെയ്യും. അതുപോലെ മുമ്പേ പറഞ്ഞതുപോലെ കൺട്രോളിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, ടാക്സ് ലൈബിലിറ്റി ആൻഡ് നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനായിട്ടും ഈ അക്കൗണ്ടിങ് ഡാറ്റ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് അങ്ങനെ ഒന്ന് ഓടിച്ച് വിട്ട് പഠിച്ചോളുക. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. 2 പോയിൻറ്റും മിക്സ് ആക്കിയൊന്നും ഈ പോയിൻ്റ് ആദ്യത്തെ പോയിൻ്റ് എന്താണെന്ന് നിർബന്ധമായും പഠിക്കുക. അതുതന്നെയാണ് രണ്ടാമത്തെ പോയിൻ്റ്. 1-2 പോയിൻറ്റുകൾ മാത്രമേ വ്യത്യാസപ്പെടുത്തിയുള്ളൂ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് എഴുതണം? ഡെഫിനിഷനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അക്കൗണ്ടിങ് എന്താണെന്ന് എഴുതിയിട്ട് വേണം അക്കൗണ്ടിങ്ങിന് നീഡ്, ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജ് ഒക്കെ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് ബുക്ക് കീപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഡെഫിനിഷനും നീഡും ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജൊക്കെ ഇന്ന് തന്നെ ബൈഹാർട്ട് ചെയ്യുക. ഏതെങ്കിലും പോയിൻറ്റ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടെലഗ്രാമിൽ ചോദിക്കുക. താങ്ക് യു.